വൈശാലി ഭാഗം 24. ഞാൻ പറയാം മുത്തശ്ശി, വിഷ്ണു ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. വിഷ്ണുവിനൊന്ന് തടയാനാവും മുന്നേ തന്നെ വൈശാലി മുത്തശ്ശിയോട് അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. വിഷ്ണു പെട്ടു എന്ന രീതിയിൽ മുത്തശ്ശിയെ ഒന്ന് കണ്ണ് ചലിപ്പിച്ച് നോക്കി. അവിടെ വിഷ്ണുവിനെ തന്നെ നോക്കി സംശയ മുഖഭാവത്തോടെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. ജോലിക്ക് പോയില്ലെന്നോ? സാധാരണ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവൻ ഇറങ്ങിയതാണല്ലോ. അതേ മുത്തശ്ശി, വിഷ്ണു ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങി, പക്ഷേ ജോലിക്ക് പോയിട്ടില്ല. ചെറിയ കുട്ടികൾ അമ്മമാരോട് പരാതി പറഞ്ഞു കൊടുക്കും കണക്ക് അവൾ വിശദമായി പറഞ്ഞു. ഇന്ന് വിഷ്ണു മാളവികയെ കൂട്ടിയാണല്ലോ പോയത്. എന്നിട്ട് വഴിയിൽ വെച്ച് അവളോട് ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മനസ്സ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നിവൻ ജോലിക്ക് പോകാതെ വെറുതെ ലീവ് എടുത്തു. വൈശാലി വിഷ്ണുവിനെ ഒന്ന് ചിറഞ്ഞു നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. വൈശാലിയിൽ നിന്നുള്ള നോട്ടം മാറ്റി അവൻ മുത്തശ്ശിയെ നോക്കുമ്പോൾ മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. അത് പിന്നെ മുത്തശ്ശി, ഇന്നലെ ഉണ്ടായ സംഭവവും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ മാളവികയോട് ഒന്നും രണ്ടും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സാകെ വല്ലാതെ തോന്നി. അപ്പോൾ ഞാനിന്ന് ജോലിക്ക് പോയില്ല. മുത്തശ്ശി വീണ്ടും ചോദിച്ചതും വിഷ്ണു തന്നെ വിശദമായി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു വിച്ചൂട്ടാ? വിഷ്ണു പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ മുത്തശ്ശി അല്പം ഗൗരവത്തിൽ അവനോട് ചോദിച്ചു. ഉച്ചവരെ ഇവൻ എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല മുത്തശ്ശി. ഉച്ചയായപ്പോൾ എന്നോട് വിളിച്ചിട്ട് ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇവൻ്റെ ശബ്ദത്തിൽ തന്നെ എന്തോ ഒരു വ്യത്യാസം തോന്നി എനിക്ക്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരുതി ഞാൻ ലീവ് എടുത്ത് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കോളേജിൻ്റെ മെയിൻ ഗേറ്റിന് സൈഡിലായിട്ട് കാറ് നിർത്തിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവൻ. എന്നിട്ട് ഉച്ചവരെ നീ എവിടെയായിരുന്നു? കാർ പാർക്ക് ചെയ്ത് ഒരിടത്ത് അങ്ങനെ ഇരുന്നു. മനസ്സൊന്ന് തണുക്കും വരെ ആകെ ഒരു വല്ലായ്മയായിരുന്നു. പിന്നെ എന്ത് വല്ലായ്മ തോന്നാൻ? സ്വന്തം ബന്ധുക്കളായ എനിക്കില്ല അവരെ ഓർത്തുള്ള വേവലാതി. അപ്പോഴാണ് നിനക്ക്. മുത്തശ്ശി അവൻ പറഞ്ഞതും അതിനെ എതിർത്ത രീതിയിൽ സംസാരിച്ചു. ഞാനും അതാണ് മുത്തശ്ശി പറഞ്ഞത്. അവരങ്ങനെയൊക്കെ ആണെന്ന് അറിയാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഇനി വെറുതെ അതിൽ പിടിച്ച് കാട് കയറണ്ട. ഞാനിനി അവരെക്കുറിച്ച് ചിന്തിക്കാനുമില്ല, പറയാനുമില്ല, ഒന്നിനുമില്ല. വിഷ്ണു ആ സംസാരം അവസാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. അല്ല കുട്ടികളെ, നിങ്ങൾ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയിട്ട് ഇത്രയും നേരം എവിടെ പോയിരിക്കുമായിരുന്നു? പെട്ടെന്നാണ് മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ഇക്കാര്യം ഓർമ്മ വന്നത്. അത് ചോദിച്ചതും രണ്ടുപേരും കള്ളം പിടിക്കപ്പെട്ട കുട്ടികളെ പോലെ മുഖം താഴ്ത്തി. രണ്ടുപേരുടെയും ആ മുഖഭാവം കണ്ടതും മുത്തശ്ശി ഇരുവരെയും മാറി മാറി നോക്കി. അത് പിന്നെ മുത്തശ്ശി, വൈശാലി പറഞ്ഞു അവൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് രണ്ടുപേരും ലീവ് എടുത്തതല്ലേ, അത് കരുതിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാന്ന്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിരിക്കുമായിരുന്നു. വിഷ്ണു എന്തോ വലിയ കാര്യം പറയും പോലെ വൈശാലിയെ ഒന്ന് ഒളികണ്ടിട്ട് നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവൻ്റെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത സംസാരത്തിൽ വൈശാലിയുടെ കണ്ണുകൾ പോലും മിഴിഞ്ഞുപോയി. മുത്തശ്ശി അവൻ പറയുന്നതെല്ലാം തലയാട്ടി കേട്ടിരുന്നു. അവൻ പറയുന്നതിൽ തന്നെ എന്തോ വശപ്പശ കൊണ്ടെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായതാണ്. എങ്കിലും എല്ലാം വിശ്വസിച്ചെന്ന രീതിയിൽ കേട്ടിരുന്നു. വൈശുമോളെ, ഇനി കുട്ടി പറയ്, ഇത്ര നേരം എവിടെയായിരുന്നു? എന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞു. ഞാൻ കാറിലേക്ക് കയറിയപ്പോൾ എന്താണ് കാരണമെന്ന് പോലും പറയാതെ നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് വിഷ്ണു നേരെ എന്നെയും കൊണ്ട് അങ്ങോട്ട് പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശി. വൈശാലി കൈയൊഴിഞ്ഞു. തെമ്മാടി, ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ പോരെ നിനക്ക്? മുത്തശ്ശി കൈ നീട്ടി വിഷ്ണുവിൻ്റെ തുടയിലായി ഒന്ന് തല്ലി. എന്നാൽ എന്നോട് വിളിച്ചു പറയാമായിരുന്നില്ലേ കുട്ടികളെ? രണ്ടുപേരും വൈകിയപ്പോൾ ഞാനിത്തിരി പേടിച്ചു. പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. നേരത്തെ പോരണമെന്ന് കരുതിയതാണ് മുത്തശ്ശി. ഈ വിഷ്ണുവിൻ്റെ ആത്മകഥ കേട്ടിരുന്ന സമയം വൈകി. വൈശാലി പറഞ്ഞതും മുത്തശ്ശി ചിരിച്ചു. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. അതിൽ വിവാഹ ചർച്ചകളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അങ്ങനെയിരുന്നു. എല്ലാം കഴിഞ്ഞ് വൈശാലി തിരികെ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ട് പടർന്നിരുന്നു. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും നേരെ കാണുന്ന വഴി ക്രോസ് ചെയ്താൽ നേരെ കയറുന്നത് വൈശാലിയുടെ വീട്ടിലേക്കാണ്. അത്രയും അടുത്തായിരുന്നിട്ടും രാത്രി ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് വൈശാലിയെ വീട്ടിലേക്കാക്കി കൊടുക്കുന്നതിനായി വിഷ്ണുവും ഇറങ്ങി. ഇരുട്ട് പടർന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിനെ മുത്തശ്ശിയും എതിർത്തില്ല. പക്ഷേ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് വൈശാലിക്ക് മനസ്സിലായി. വിഷ്ണു വരണ്ട വിഷ്ണു, കാറൊക്കെ ഓടിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, ക്ഷീണം കാണും, ഞാൻ തനിയെ പോയിക്കോളാം. വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇറങ്ങിയതും വൈശാലി അവനോട് പറഞ്ഞു. പക്ഷേ വിഷ്ണു അതൊന്നും കേൾക്കാതെ വൈശാലി ഇറങ്ങും മുന്നേ തന്നെ ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. വിഷ്ണു ഒന്നും സംസാരിക്കുന്നില്ല. അവൻ്റെ മുഖത്തുള്ള നേരിയ പരിഭവം വൈശാലിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും അതത്ര കാര്യമാക്കാത്ത രീതിയിൽ അവൻ്റെ പിന്നിലായി അവളും നടന്നു. വൈശാലി മുന്നിലും വിഷ്ണു അവൾക്ക് പിന്നിലുമായിട്ടാണ് നടക്കുന്നത്. തന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന വൈശാലിയെ വിഷ്ണു പരിഭവത്തോടെ നോക്കി പിന്നാലെ നടന്നു. വൈശാലി. വീടിൻ്റെ ഗേറ്റ് കടന്ന് വൈശാലി ഉമ്മറത്തേക്ക് നടന്നപ്പോഴേക്കും വിഷ്ണു അവളെ വിളിച്ചു. അവൾ അല്പം ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. ഞാനെങ്കിൽ പോവുക. വീർപ്പിച്ചു പിടിച്ച മുഖത്തോടെ ശബ്ദത്തിൽ പരിഭവം കലർത്തിയാണ് അവനത് അവളോട് പറഞ്ഞത്. വൈശാലി അവൻ്റെ നേർക്ക് തിരിഞ്ഞ് കൈ കെട്ടി നിന്ന് അവനെ നോക്കി. അവനും അവളെ ഗൗരവത്തിൽ തന്നെയാണ് നോക്കുന്നത്. അകത്തേക്ക് ഞാൻ ക്ഷണിക്കില്ല. ഇത് നിന്റെ കൂടെ വീടാണ്.
ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് വൈശാലി തിരിഞ്ഞു നടന്ന് വീടിൻ്റെ വാതിൽ തുറന്നു. എന്നാൽ വാതിൽ തുറന്ന് വൈശാലി അകത്ത് കയറും മുന്നേ തന്നെ വിഷ്ണു അകത്ത് കയറിയിരുന്നു. വാതിലിന് പുറത്തു നിൽക്കുന്നവളെ വലിച്ച് അകത്തേക്ക് കയറ്റി അവൻ വാതിൽ ചേർത്തടച്ചു. അത് പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ വൈശാലിയിൽ കൂടുതൽ ഞെട്ടലൊന്നും ഉണ്ടായില്ല. വാതിലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ തന്നെ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. വിഷ്ണു അവൻ്റെ മുഖത്ത് ഗൗരവം നിലനിർത്താൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് വൈശാലിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ഭാവം മാറി. വല്ലാത്തൊരു ഭാവത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്നവനെ വൈശാലി പതർച്ചയൊട്ടും കൂടാതെ തന്നെ നോക്കി. അവളുടെ തലയുടെ ഇരുവശത്തുമായി അവൻ കൈകൾ കുത്തിനിന്ന് അവളെ തന്നെ നോക്കി. തൻ്റെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം അത് മുന്നേ തിരിച്ചറിഞ്ഞതുകൊണ്ട് വൈശാലി അവൻ്റെ മുഖം തന്നിലേക്ക് എത്തിച്ചേരും മുന്നേ കൈ ഉയർത്തി അവൻ്റെ വയറിലായി പതിയെ ഒന്ന് നുള്ളി. ആ അതൊട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് വിഷ്ണു നിന്നിടത്ത് തന്നെ നിന്ന് ഒന്ന് തുള്ളിപ്പോയി. ചെറുതായിട്ടാണ് നുള്ളിയതെങ്കിലും കുറച്ചു നേരത്തേക്ക് വിഷ്ണു സ്വർഗം കണ്ടു. വയറിലൊന്ന് തിരുമ്മിക്കൊണ്ട് വിഷ്ണു വൈശാലിയെ കൂർപ്പിച്ചു നോക്കി. ഉപദ്രവം കൂടുന്നുണ്ട് നിനക്ക്. സാരമില്ല, നിന്നോടല്ലേ. വിഷ്ണു പറഞ്ഞതിന് ഉരുളക്കുപ്പേരി എന്ന് പറയും പോലെ വൈശാലിയുടെ മറുപടിയും എത്തിയിരുന്നു. അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ കൈപ്പിടയിൽ നിന്ന് മാറി വൈശാലി മുന്നിലേക്ക് നടന്നു. പക്ഷേ അതിനു മുന്നേ വൈശാലിയുടെ കൈകളിൽ അവൻ്റെ പിടി വീണിരുന്നു. മതിലിലേക്ക് തന്നെ അവളെ ചേർത്ത് നിർത്തി അവനും അവളുടെ ശരീരത്തിലേക്കൊന്ന് അമർന്നു. വൈശാലി അവൻ്റെ നെഞ്ചിലായി കൈവച്ച് അവനെ തടഞ്ഞു. മുത്തശ്ശിയോട് പറയരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? അല്പം പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. പറയുമെന്ന് ഞാനും പറഞ്ഞതല്ലേ? വൈശാലിയുടെ മറുചോദ്യം. കൂടെ അവൻ്റെ കണ്ണുകളിലേക്ക് അവളൊന്ന് നോക്കി. ആ നോട്ടം അടിവയറിൽ നിന്ന് തീയാളും പോലെ തോന്നി വിഷ്ണുവിന്. അപ്പോൾ തന്നെ അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു. ഇനി ഇതുപോലെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു ചെറിയ ഡോസ് തന്നതാണ് ഞാൻ. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വൈശാലി പറഞ്ഞു. വിഷ്ണു അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ വരുന്ന വ്യത്യാസം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളിലേക്ക് അവൻ ഒന്നുകൂടി അമർന്നു നിന്നു. വിഷ്ണു, അവൾ അല്പം പതുങ്ങിയ ശബ്ദത്തിൽ അവനെ വിളിച്ചു. അവനത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അവൻ്റെ നോട്ടം അവളുടെ മുഖമാകെ പാഞ്ഞു നടന്നു. അവളുടെ ചെറിയ നെറ്റിത്തടം, അതിന് മാറ്റുകൂട്ടാനെന്നോണം അവൾ തൊട്ടിരിക്കുന്ന ചെറിയ കറുത്ത പൊട്ട്, കരിമഷിയില്ലാത്ത കണ്ണുകൾ, അവ തന്നിൽ തന്നെ തങ്ങി നിൽക്കുന്നത് വിഷ്ണു അറിഞ്ഞിരുന്നു. ചോര പോലെ ചുവന്നു നിൽക്കുന്ന മൂക്കിൻ തുമ്പ്, കുങ്കുമം പോലെ ചുവപ്പ് നിറഞ്ഞ കവിളുകൾ, ചോര കിനിഞ്ഞതുപോലെ നിൽക്കുന്ന ചുണ്ടുകൾ. എന്താ ഇങ്ങനെ നോക്കുന്നത്? തൻ്റെ മുഖമാകെ അലഞ്ഞു നടക്കുന്നവൻ്റെ കണ്ണുകളെ തടയാനെന്നോണം അവൾ ചോദിച്ചു. എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു. വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ പോലും ആകെ ഒരു വ്യത്യാസം. വൈശാലി അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. അതിൽ അവളുടെ സമ്മതമായിരുന്നു. അല്പസമയം പോലും പാഴാക്കാതെ വിഷ്ണുവിൻ്റെ ചുണ്ടുകൾ അത്രയും പ്രണയത്തോടെ വൈശാലിയുടെ ചുണ്ടുകളിലേക്ക് അമർന്നിരുന്നു. ശാന്തമായി ഇരുവരും പരസ്പരം ചുംബിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈകൾ വൈശാലിയെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു. ചുംബനം അവസാനിപ്പിച്ച് ഇരുവരും നെറ്റിമുട്ടിച്ച് പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇരുവരുടെയും ചുണ്ടുകളിൽ പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരിയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ വീണ്ടും ഇടതടവില്ലാതെ വൈശാലിയുടെ കവിളിലും കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും അങ്ങനെ അവളുടെ മുഖമാകെ അതിങ്ങനെ അലഞ്ഞു നടന്നു. കണ്ണടച്ചു നിന്നുകൊണ്ട് അവൻ നൽകുന്ന ചുംബനങ്ങളെല്ലാം അവൾ പ്രണയപൂർവ്വം ഏറ്റുവാങ്ങി. കുറച്ചു സമയം ഇരുവരും അങ്ങനെ തന്നെ പുണർന്നു നിന്നു. അവളുടെ ചുവന്നിരിക്കുന്ന മുഖത്തേക്ക് അവൻ പ്രണയത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. സമയം കടന്നു പോകവേ ഇരുവരും ഹാളിലായി ഇട്ടിരിക്കുന്ന സോഫയിലേക്കിരുന്നു. വൈശാലിയുടെ മടിയിലേക്ക് തലവെച്ച് സോഫയിൽ കിടക്കുകയാണ് വിഷ്ണു. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ വൈശു? ആരും കാണാത്ത സ്ഥലത്തേക്ക്, ആരും അറിയാതെ. അവളുടെ നീളമുള്ള കൈവിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്തിന്? അവൻ്റെ കയ്യിലൊന്ന് അമർത്തിക്കൊണ്ട് അവൾ തിരികെ ചോദിച്ചു. അപ്പോൾ ആരുടെയും ശല്യമൊന്നുമില്ലാതെ നമ്മൾ മാത്രമുള്ള ലോകത്ത് നമുക്കിങ്ങനെ പ്രണയിച്ച് ജീവിക്കാം. വിഷ്ണു അല്പം സാഹിത്യപരമായി പറഞ്ഞതും വൈശാലി പുഞ്ചിരിച്ചു. അതിനിപ്പോഴും നമ്മളെ ശല്യം ചെയ്യാൻ ആരുമില്ലല്ലോ. വൈശാലി അവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചൊന്ന് വലിച്ചു. അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കൽപ്പിച്ചു നോക്കി. വല്ലാത്ത ഉപദ്രവകാരിയാകുന്നുണ്ട് നീ. അവൻ മൂക്ക് തിരുമ്മി. അത് നിന്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. നിന്റെ സ്വഭാവത്തിന് ഇതല്ല, ഇതിനപ്പുറം ചെയ്യണം. അതിനെൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. വിടുവായത്തവും പിന്നെ അന്തവും കുന്തവും ഇല്ലാത്ത സംസാരവും മാത്രമേ കുഴപ്പമുള്ളൂ. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിന് ഞാനെന്ത് പറഞ്ഞു? എന്തു പറഞ്ഞു എന്നോ? എന്താ നീ പറയാത്തതെന്ന് ചോദിക്ക്. അവളുടെ മറുപടി കേട്ടതും വിഷ്ണു ഒന്ന് പുച്ഛിച്ച് കാണിച്ചു. ഇന്ന് മുത്തശ്ശിയോടുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ വെറുതെ നീ വളഞ്ഞു മൂക്ക് പിടിക്കാൻ ശ്രമിച്ചത്? വൈശാലി ചോദിച്ചതും വിഷ്ണു അവളെ അളിഞ്ഞ രീതിയിൽ ഒന്ന് ചിരിച്ചു കാണിച്ചു. അതുമാത്രമല്ലല്ലോ, അന്ന് നിനക്ക് വയ്യാതെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ നീ ഞാൻ നിന്റെ വുഡ്ബിയാണെന്ന് പറഞ്ഞില്ലേ? വൈശാലി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. അതിനത് സത്യമല്ലേ? എന്ത് സത്യം? ആ സമയത്ത് ഞാൻ നിന്റെ വുഡ്ബി ഒന്നും ആയിരുന്നില്ല. എങ്കിലും ഇപ്പോൾ ആണല്ലോ. അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്നു.
അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവനെ പിന്നിലേക്ക് തള്ളി സോഫയിലേക്ക് തന്നെ ഇരുത്തി. പോകാൻ നോക്ക്, വന്നിട്ട് സമയം കുറച്ചായി. മുത്തശ്ശി അവിടെ ഒറ്റയ്ക്കാണ്. നീയും ഇവിടെ ഒറ്റയ്ക്കല്ലേ? അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇത്രനാളും ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇനി കുറച്ചു നാൾ കൂടിയല്ലേ, ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. ഞാൻ പോവാ. വൈശാലിയെ നോക്കി പുച്ഛത്തോടെ ചുണ്ടൊന്നു കോട്ടിക്കൊണ്ട് വിഷ്ണു പുറത്തേക്ക് നടന്നു. അവൻ്റെ കൂടെ ഉമ്മറപ്പടി വാതിൽ വരെ അവളും നടന്നു. രാത്രി വിളിക്കാം. അത് പറഞ്ഞ് അവൾക്ക് നേരെ ഒരു ഫ്ലൈയിങ് കിസും പറത്തി അവൻ വീട്ടിലേക്ക് നടന്നു. അവൻ വീടിനകത്തേക്ക് കയറും വരെ അവൾ അവിടെ നോക്കി നിന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.